അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് പാർട്ടിയിലും ആയിക്കോളൂ, നാളെ നിങ്ങൾ BJP ആണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എന്താണോ സംഭവിച്ചത് അത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും സംഭവിക്കും. ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? BJPയിലേക്ക്. CPIM-ൽ നിന്ന് പോകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതും കൂടിക്കാഴ്ചകൾ നടക്കുന്നതും എവിടേക്ക് പോകാനാണ്? BJPയിലേക്ക്. എന്തായാലും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. കാരണം ഇടതുമുന്നണിയുടെ കൺവീനർ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട മുഖ്യ സംഘാടകനെ തന്നെയാണ് BJP റാഞ്ചാനായി ആദ്യം ശ്രമിച്ചിരിക്കുന്നത്. EP ജയരാജൻ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ അസംതൃപ്തനായി നിൽക്കുകയാണ് എന്നുള്ളത് ആ പാർട്ടി സംവിധാനത്തിനറിയാം. യഥാർത്ഥത്തിൽ അസംതൃപ്തിയുടെ പ്രധാന കാരണക്കാരൻ തന്നെ ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം EP ജയരാജൻ ഇരിക്കേണ്ടിടത്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് EP ജയരാജന്റെ ഏറ്റവും വലിയ ആരോപണം. EP-യുടെ ബദ്ധവൈരിയായി നിൽക്കുന്ന MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതിൽ ചെറിയ പങ്കൊക്കെ ഉണ്ടാകാതിരിക്കില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് പാർട്ടിയിലും ആയിക്കോളൂ, നാളെ നിങ്ങൾ BJP ആണ്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം BJPയിലേക്ക് K സുരേന്ദ്രന്റെ ക്ലെയിം അനുസരിച്ച് ആരൊക്കെ വരുമെന്നറിയാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തളിപ്പറമ്പിലെ കല്യാണ വീട്ടിലാണ് EP-യും സുധാകരനും കണ്ടത്. ചിരിച്ച് കൈകൊടുത്ത് കുശലം പറഞ്ഞാണ് ഇരുവരും പിരിഞ്ഞത്. തിരുവനന്തപുരം മകന്റെ ഫ്ളാറ്റിൽ വെച്ചുള്ള കൂടിക്കാഴ്ച EP ജയരാജൻ ഡിനേ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഇതിൽ മുഖ്യമന്ത്രി പറയുന്നു EP ജാഗ്രത കാട്ടിയില്ല. EP എന്താണ് ജാഗ്രത കാട്ടേണ്ടിയിരുന്നത്? ഇതിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ LDF-ന്റെ കൺവീനറായ ഒരാളെ കൃത്യമായി എയിം ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? CPIM ഇനിയെങ്കിലും മനസ്സിലാക്കണം, നല്ല നേതാക്കളെ അർഹിക്കുന്ന ഇടത്ത് കൊണ്ട് ഇരുത്തിയില്ലെങ്കിൽ അവരെ മറ്റുള്ളവർ കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. EP ജയരാജന് ഒരു ഓഫറും കൊടുത്തതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. 90% ശ്രമം പൂർത്തിയായി എന്നാണ് പറയുന്നത്. പാർട്ടി സംവിധാനം ഈ കൂടിക്കാഴ്ചയെ പറ്റി അറിയാതിരിക്കില്ലല്ലോ. EP ജയരാജനെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറ്റിയതായിക്കൂടെ? മനസ്സിലായി. EP ജയരാജന് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോട്ടോ. TP ചന്ദ്രശേഖരന്റെ അനുഭവം എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. TPയെ വെടക്കാക്കാൻ നോക്കി പാർട്ടിക്കുള്ളിലെ എല്ലാം തനിക്കാക്കാൻ നോക്കിയത് ആരാണ്? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് മാത്രമല്ല, ഇന്നത്തെ CPIM നാളത്തെ BJP എന്ന നിലയിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും.